ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഗോസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങൾ കുറെ നാളത്തേക്ക് ശേഷം ഇപ്പതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഓണത്തിന്റെ അന്ന് തന്നെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കൂടെയാണ്. 2 സ്പെഷ്യൽ ഡേയ്സ് ആണ്. ഞങ്ങൾക്ക് 8 മുതലുള്ള ദിവസമാണ്. അപ്പൊ ഞങ്ങളിത് എല്ലാവരും ഒരു പച്ചമയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ 5ാമത്തെ ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് ഒന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കേക്കൊക്കെ മേടിക്കാൻ പോകണം. അതൊക്കെ ചെറിയൊരു വീഡിയോയില് ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ഞങ്ങളെ വക ഹാപ്പി ഓണം. ആൾക്കാർ കൂടിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങളെ യാത്രയില്. എല്ലാണ്ട് ശ്രീകുട്ടി ഇതാ ഞങ്ങളുടെ സ്വന്തം. അപ്പൊ യാത്രകളാണ്. നമ്മളിതാ എടപ്പാളെത്തിരിക്കുകയാണ്. എടപ്പാലക്കൂടെ നമ്മള് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി വീട്ടിലെല്ലാം പരിചയപ്പെടാം. അച്ഛമ്മ ഇതാണ് എന്റെ അച്ഛമ്മ. സോറി, അറിയാലോ. ഇത് എന്റെ അച്ഛൻ. ഇവരാണ് നമ്മുടെ ഐഗു. ഷർട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ കളിക്കണ്ട, ഞാൻ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങള് പായസം ഇവിടെ അമ്പലത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വനട പായസം ഒക്കെ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഞങ്ങള് കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. ആനിവേഴ്സറിയുടെ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ചോക്കോ ചോയ്സ് എത്തിയിരിക്കുകയാണ്. ഇത് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിളായ പ്രൈസിൽ കേക്ക് കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ പറയണ മോഡൽ അവർ ചെയ്തുതരും. കറക്റ്റ് ടൈമിനൊക്കെ അവർ ചെയ്തുതരും ചെയ്യും. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാ പ്രോഗ്രാമിനും അവരിൽ നിന്നാണ് നമ്മൾ കേക്ക് മേടിക്കാറ്. നല്ല ഒരു ഓവർ സ്വീറ്റ്സ് അല്ലാതെ ഒരു നോർമൽ ഒരു മധുരമാണ് അതിന് ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു മടുപ്പും വരില്ല. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അമ്മ ഇതാണ് കേക്ക് ഒരു ബോക്സ് പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഇപ്പോൾ അമ്മ അമ്പിളീനെ പുറത്തിറക്കിയൊക്കെ നമ്മൾ വന്നപ്പോൾ അമ്പിളീനെ അമ്മ കൂട്ടിലാക്കി. അങ്ങനെ ഞങ്ങളിതാ കേക്ക് ഓപ്പൺ ചെയ്യണ പരിപാടി കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ കേക്ക്. ഇപ്രാവശ്യം നമ്മൾ ലവ്ലി 5 years എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ കേക്ക് വരുന്നത് ചോക്കോ ആൽമണ്ട് എന്നൊരു മോഡലാണ് വരുന്നത്. അങ്ങനെ ഞാൻ കേക്ക് മുറിക്കാനുള്ള പരിപാടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഓണത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും കൂടി രണ്ടും കൂടിയിട്ടുള്ള കോസ്റ്റ്യൂമാണിത്. അങ്ങനിപ്പോൾ എല്ലാവരും എത്തിയോ എന്നുള്ളൊരു പരിപാടി എന്താ എല്ലാവരും എത്തിയൊരു എല്ലാവരും എത്തിയിരിക്കുക കേക്ക് മുറിക്കാനുള്ള പരിപാടിയിൽ. വിഷ്ണു, അച്ഛൻ, അമ്മ, ഗിരിയേട്ടൻ്റെ, സുബി, ശ്രീകുട്ടി, ജി ചേച്ചി, ആര്യ, സുനിൽ ചേച്ചി, അങ്ങനെ എല്ലാവരും എത്തി. അപ്പോൾ ഞങ്ങളിതാ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. ആദ്യ കൈയിടുക. അപ്പൊ അവിടെ ഒരു സെൽഫി നടക്കുന്നുണ്ട്. ഓക്കെ എന്റെ ഇടയിൽ നിങ്ങളൊന്നും കണ്ടില്ല.
അപ്പോൾ കേക്ക് കട്ടിയലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും നമുക്ക് കേക്ക് തന്നോണ്ടിരിക്കുകയാണ്. അതിന് പെട്ടെന്നുള്ള പരിപാടിയായി പോയി. ആണെങ്കിൽ അത് കേക്ക് കട്ടിങ് കഴിയലും വിഷ്ണുവിന്റെ മറ്റേ കേക്ക് നമ്മുടെ മുഖത്ത് വെച്ചു. അങ്ങനെ വിഷ്ണു സൈഡിൽ കൂടെ വന്നിട്ട് ആദ്യം അകേട്ടന്റെ മുഖത്ത് വെച്ചു. അപ്പൊ അകേട്ടൻ സുഖമായിട്ട് നിന്ന് കൊടുത്തു. എന്റെ മുഖത്തേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം സമ്മതിച്ചില്ല. അപ്പൊ വെറുതെ പെട്ടെന്നുള്ള അറ്റാക്ക് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണത്. പിന്നെതാ എല്ലാവരും ചെറുടെ വെച്ചിട്ടുള്ള കേക്ക് തരലായിരുന്നു. ഒരാൾക്ക് ടൈം പോലും എടുത്തില്ല. ആരത്തെ പെട്ടെന്ന് പക്ഷേ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് കേക്ക് മൊത്തം മേടിച്ചു. എല്ലാരും കേക്ക് അങ്ങനെ തന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഗിരിയേട്ടൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അച്ഛനും അമ്മയും ഞാനും ഇമ്മയും എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് അവനും സുബിയും കൂടി പെട്ടെന്ന് വന്നത്. അങ്ങനെ ഞങ്ങൾ അവർ ഗിഫ്റ്റ് തരാൻ വേണ്ടി ഞങ്ങൾ ഹാളിലൊക്കെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുള്ള ഈ ചില പരിപാടിയിലായിരുന്നു. ആ സമയത്താണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ താങ്ക് യു വിഷ്ണു ആൻഡ് സുബി ഗിഫ്റ്റൊക്കെ തന്നതിന് ഞങ്ങൾക്ക്. അങ്ങനെ വിമിത ഗിഫ്റ്റ് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് പൊളിച്ചതാ. അപ്പോൾ വിഷ്ണു കൂടി പൊളിച്ചും സഹായിക്കാണ് വിമ്മിനെ. അതാ സൂപ്പർ. നല്ലൊരു ഫോട്ടോ ഫ്രെയിംസ് ആണ്. അതിന് മുകളിലൊരു ലവ് എന്നൊക്കെ എഴുതിയിട്ടൊരു ക്ലിപ്പ് ചെയ്യണത്. പിന്നെ നമുക്കൊരു 3 ഫോട്ടോസും ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തന്നിട്ടത്. അപ്പോൾ അവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ. അപ്പോൾ അങ്ങനെ വിമിയുടെ വീട്ടിലേക്ക് എത്തി. വിമിയുടെ വീട്ടിൽ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് എന്താ ശ്രീകുട്ടിയുടെ വക ഒരു സർപ്രൈസ് കേക്കൊക്കെ ആയിട്ട് വന്നത്. അത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ചെറിയ ആനിവേഴ്സറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.